بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ കൂടിയിരുത്തം അല്ലാഹുവിന് തൃപ്തിയുള്ള, ഇഷ്ടപ്പെടുന്ന, ധാരാളം പ്രതിഫലം നൽകുന്ന കൂടിയിരുത്തമായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇപ്പോൾ ഹദീസ് ക്ലാസ്സിലാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇങ്ങനെ 10 ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് അലൈക്കും അസ്സലാം തുടരുന്നതാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും തഫ്സീറിലേക്ക് മടങ്ങുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും സഹീഹായ ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുന്നത്. അഥവാ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് രചിച്ച സഹീഹുൽ ബുഖാരി. സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച്, അതിൻ്റെ രചയിതാവായ ഇമാം ബുഖാരിയെ സംബന്ധിച്ചെല്ലാം വിശദമായി നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ പഠിച്ചു. ആരാണ് ഇമാം ബുഖാരി? ഇമാം ബുഖാരി ജീവിച്ച കാലഘട്ടം, അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ആരംഭം, അദ്ദേഹത്തിൻ്റെ ഷെയ്ഖുമാർ അഥവാ ഗുരുക്കന്മാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ, അദ്ദേഹം പഠിച്ച ഹദീസുകൾ, എങ്ങനെയാണ് അദ്ദേഹം സഹീഹുൽ ബുഖാരി എഴുതിയത്, എന്താണ് അതിൻ്റെ കാരണം, സഹീഹുൽ ബുഖാരിയുടെ യഥാർത്ഥ നാമം, സഹീഹുൽ ബുഖാരിയുടെ വ്യത്യസ്ത പതിപ്പുകൾ, അതിലേറ്റവും അവലംബനീയമായ പതിപ്പ്, അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയുടെ വ്യത്യസ്ത റിവായത്തുകൾ, എങ്ങനെയാണ് നമ്മിലേക്ക് സഹീഹുൽ ബുഖാരി എത്തിപ്പെട്ടത്, സഹീഹുൽ ബുഖാരിയുടെ വിശദീകരണങ്ങൾ അഥവാ ഷർഹുകൾ, അതിലേറ്റവും മുഖ്യ ഷർഹ്, അങ്ങനെ തുടങ്ങി ഇമാം ബുഖാരിയുടെ സഹീഹുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് പഠനം ആരംഭിക്കുകയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സഹീഹ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? കിതാബുകളുടെയും ബാബുകളുടെയും അടിസ്ഥാനത്തിലാണ്. അഥവാ ഇമാം ബുഖാരിയുടെ സഹീഹിൽ കിതാബുകളുണ്ട്. അഥവാ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് വലിയ അധ്യായം, ചെറിയ അധ്യായം. കിതാബ് എന്ന് വെച്ചാൽ ബാബുകൾ അടങ്ങിയ ഒരു വലിയ അധ്യായത്തിനാണ് കിതാബ് എന്ന് പറയുക. പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന, പല വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന വലിയ അധ്യായം, അതാണ് കിതാബ്. ഇവിടെ പുസ്തകം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ കിതാബിന്റെ കീഴിൽ എന്തുണ്ടായിരിക്കും? ബാബുകൾ ഉണ്ടായിരിക്കും, അഥവാ അബുവാബ്. അങ്ങനെ ധാരാളം കിതാബുകളും ബാബുകളും അടങ്ങുന്ന ഗ്രന്ഥമാണ് ഇമാം ബുഖാരിയുടെ സഹീഹ്. സഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ കിതാബ് ഏതാണ്? അധ്യായം ഏതാണ്? കിതാബു ബദ്ഇൽ വഹി, വഹിയിന്റെ ആരംഭം എന്ന കിതാബാണ് സഹീഹ് ബുഖാരിയിലെ ആദ്യത്തെ കിതാബ്. നമ്മുടെ കൈവശം ഇപ്പോൾ നോട്ടുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത്, അതായത് ഈ പ്രാവശ്യം നമ്മൾ സഹീഹുൽ ബുഖാരിയിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്
കിതാബുൽ ഈമാനിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസുകളാണ്. അഥവാ കിതാബുൽ ഈമാനിലുള്ള 10 ഹദീസുകൾ. കിതാബുൽ ഈമാൻ നോക്കൂ നിങ്ങൾ. കിതാബുൽ ഈമാൻ എത്രാമത്തെ അക്കമാണ്? നമ്പർ 2 അഥവാ സഹീഹുൽ ബുഖാരിയിലെ 2ാമത്തെ കിതാബ് ഏതാണ്? കിതാബുൽ ഈമാനാണ്. എന്തുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് വഹീനെ സംബന്ധിച്ച് തുടങ്ങാനുള്ള കാരണം? അതിന്റെ കാരണം വ്യക്തമാണ്. കാരണം നമുക്ക് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി തന്നത് എന്താണ്? ദീനാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ അനുഗ്രഹം നമുക്ക് ലഭിച്ചത് എങ്ങനെയാണ്? വഹീ മുഖേനയാണ്. അതുകൊണ്ട് തന്നെ വഹീനെ സംബന്ധിച്ച് പറയലാണ് ആദ്യം വേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ബുഖാരി ആരംഭിച്ചു കിതാബു ബദ്ഇൽ വഹ്, വഹീന്റെ ആരംഭം. പിന്നീട് നമ്മുടെ ഇസ്ലാമിക വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഈമാനാണ്. അതുകൊണ്ടാണ് 2ാമത് ഈമാൻ കൊണ്ട് ആരംഭിച്ചത്. അങ്ങനെ കിതാബുൽ ഈമാനിന്റെ ശേഷം കിതാബുൽ ഇൽം, വിശ്വാസം മാത്രം പോരാ. ഏതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസമായിരിക്കണം? അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമായിരിക്കണം. കിതാബുൽ ഇൽം ശേഷം വരുന്നത് കിതാബുൽ ഇൽം. പിന്നീടാണ് നമ്മുടെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുന്നത്. കിതാബുൽ വുദു അഥവാ വുദുവിന്റെ അധ്യായം, കിതാബുൽ ഗുസ്ൽ പിന്നെ കുളിയുടെ അധ്യായം. എന്തുകൊണ്ടാണിത്? കർമ്മ രംഗത്ത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണ്? നമസ്കാരമാണ്. നമസ്കാരം ശരിയാകണമെങ്കിൽ എന്ത് വേണം? ശുദ്ധി വേണം. അതാണ് കിതാബുൽ വുദു, കിതാബുൽ ഗുസ്ൽ, പിന്നെ കിതാബുൽ ഹൈദ്. സ്ത്രീകൾക്ക് ഹൈദ് സംഭവിച്ചാൽ എന്ത് ചെയ്യണം? എന്നിട്ടാണ് കിതാബുസ് സ്വലാ, നമസ്കാരത്തിന്റെ അധ്യായം എന്ന ആ വിഷയം വരുന്നത്. ഏതായാലും നമ്മൾ സഹീഹുൽ ബുഖാരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്, കിതാബുൽ ഈമാൻ. ഇവിടെ മുകൾ ഭാഗത്ത് സഹീഹുൽ ബുഖാരിയുടെ ശരിയായ നാമം കൊടുത്തിട്ടുണ്ട്. അൽ ജാമിഉ അൽ മുസ്നദു അസ്സഹീഹു അൽ മുഖ്തസറു മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വഅയ്യാമിഹി. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. കിതാബുൽ ഈമാൻ. ഈ കിതാബിന്റെ നമ്പർ എത്രയാണ്? 2. ബാബു ഹലാവത്തിൽ ഈമാൻ. ബാബു എന്താണ്? ബാബു എന്ന് വെച്ചാൽ കിതാബിന്റെ കീഴിലുള്ള ചെറിയ അധ്യായത്തിനാണ് ബാബ് എന്ന് പറയുക. ഇനി ബാബിന്റെ കീഴിൽ വല്ല അധ്യായങ്ങളും ഉണ്ടെങ്കിൽ എന്തായിരിക്കും? എന്താ അതിനെ പറയാ? ഫസ്ൽ എന്ന് പറയും. എന്താണ് ഫസ്ല്? അൽ ഫസ്ലുൽ അവ്വൽ, 1ാം പാഠം 2ാം പാഠം എന്നൊക്കെ പറയില്ലേ? അതൊക്കെ ഏതിന്റെ കീഴിൽ വരുന്നത്? ബാബ്. പക്ഷെ സഹീഹുൽ ബുഖാരിയിൽ എന്തില്ല? ഫസ്ലില്ല. കിതാബും ബാബുകളും. എന്നാൽ നിങ്ങൾക്ക് അറിവിന് വേണ്ടി പറയുകയാണ്, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ എന്ത് മാത്രമേ ഉള്ളൂ? കിതാബുകൾ മാത്രമേ ഉള്ളൂ. എന്തില്ല? ബാബുകളില്ല. അപ്പോ ചോദിക്കും, നിങ്ങളിപ്പോൾ അച്ചടിക്കപ്പെട്ട ഇമാം മുസ്ലിമിന്റെ കിതാബ് വായിച്ചാൽ അഥവാ സഹീഹ് വായിച്ചാൽ എന്ത് കാണും? കിതാബും കാണും, ബാബും കാണും. അത് ഇമാം നവവിയെ പോലെയുള്ള അഥവാ സഹീഹ് മുസ്ലിം വിശദീകരിച്ച ശർഹ് ചെയ്ത പിൽക്കാലത്ത് വന്ന ചില പണ്ഡിതന്മാർ നൽകിയ ബാബുകളാണത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇമാം നവവി റഹ്മഹുല്ലാഹ് ഏത് മദ്ഹബുകാരനാണ്? ഷാഫിഈ മദ്ഹബുകാരനാണ്. അതുകൊണ്ട് ഇമാം മുസ്ലിമിന്റെ കിതാബിൽ നൽകിയ ബാബുകൾ നോക്കിയാൽ പലപ്പോഴും ഷാഫിഈ മദ്ഹബിന്റെ സ്വാധീനം കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ആരൊക്കെയാണോ സഹീഹ് മുസ്ലിം വിശദീകരിച്ചത് അവരൊക്കെ സഹീഹ് മുസ്ലിമിന് എന്ത് കൊടുത്തിട്ടുണ്ട്? ബാബുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് സഹീഹ് മുസ്ലിമിൽ എന്തില്ല? അടിസ്ഥാനപരമായിട്ട് ബാബുകളില്ല, കിതാബുകളേ ഉള്ളൂ. ആദ്യത്തെ കിതാബ് കിതാബുൽ ഈമാൻ. ബാബു ഹലാവത്തുൽ ഈമാൻ. കിതാബുൽ ഈമാനിന്റെ കീഴിലുള്ള താഴെ നൽകപ്പെട്ട ബാബുകളിൽ വെച്ച് 9ാമത്തെ ബാബാണ് ഏത്? ഈ ബാബ്, ബാബു ഹലാവത്തുൽ ഈമാൻ. എന്താണ് ഈമാനിന്റെ മാധുര്യം? ആ മാധുര്യം
എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളുക, എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുക, അത് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് വേണം എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണിത്. ഇനി നമ്മൾ ഈ ബാബു ഹലാവത്തുൽ ഈമാനിന്റെ ആ ഹദീസാണ് വായിക്കുന്നത്. കിതാബുൽ ഈമാനിലെ ഒരു ഹദീസാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് സഹീഹുൽ ബുഖാരിയിലെ എത്രാമത്തെ ഹദീസ് നമ്പറാണ് ഇത്. അതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്, 16-ാം നമ്പർ ഹദീസ്. അപ്പോ ഓരോത്തിനും എന്തുണ്ട്? നമ്പറുണ്ട്. കിതാബിന് നമ്പറുണ്ട്, ബാബിന് നമ്പറുണ്ട്, ഹദീസിന് നമ്പറുണ്ട്. ഇത് നമ്മുടെ ഈ പഠനത്തിലൂടെ പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. അതായത് മുഖ്യമായ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഹദീസ് പഠിക്കുക, അതിന്റെ ആശയം ഉൾക്കൊള്ളുക, പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക. ഇതാണ് മർമ്മം. അതോടൊപ്പം തന്നെ പണ്ഡിതന്മാര് ശ്രദ്ധ പുലർത്തിയ കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. എന്താണ് കിതാബ്, എന്താണ് ബാബ്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ട ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അതിലെന്താണ് ഇമാം ബുഖാരി ചെയ്തത് അല്പമെങ്കിലും നമുക്ക് അറിയണ്ടേ? അതും കൂടി അറിയലാണ് നമ്മുടെ വേറെ ലക്ഷ്യം. അതുപോലെ തന്നെ പണ്ഡിതന്മാർ എങ്ങനെയാണ് ഹദീസ്, പലപ്പോഴും കേൾക്കാറുണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്ത ആ ഒരു ഹദീസിന്റെ അല്ലെങ്കിൽ ചില ഹദീസുകളുടെ പൂർണ്ണമായ രൂപം പഠിക്കുക, അതും ഈ ഉദ്ദേശത്തിൽപ്പെട്ടതാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഹദ്ദസന മുഹമ്മദ് ഇബ്നുൽ മുസന്ന. ഇത് പറഞ്ഞതിന് മുമ്പ് സാധാരണ പണ്ഡിതന്മാരെ പറയാറുണ്ട് ഖാലൽ ഇമാമുൽ ബുഖാരി എന്ന് പറഞ്ഞിട്ട് ആരംഭിക്കണം. എന്താണ് അത്? പറഞ്ഞില്ലെങ്കിൽ മുഹമ്മദ് മുസന്ന എന്നോട് പറഞ്ഞു എന്നുള്ള അർത്ഥമായി മാറി. ഖാലൽ ഇമാമുൽ ബുഖാരി ഹദ്ദസന മുഹമ്മദ് ഇബ്നുൽ മുസന്ന. മുഹമ്മദ് ഇബ്നുൽ മുസന്ന നമ്മോട് പറഞ്ഞു. ഇതാരാ പറയുന്നത്? ഇമാം ബുഖാരി. അപ്പോൾ ഈ ഇബ്നുൽ മുസന്ന ആരായിരിക്കും? ഇമാം ബുഖാരിയുടെ ഗുരുവായിരിക്കും. മാത്രമല്ല 6 ഗ്രന്ഥങ്ങളുടെ അഥവാ അൽ കുതുബുസ് സിത്ത എന്ന് പറയും. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, ഇബ്നു മാജ, നസായി, ഈ 6 ഗ്രന്ഥങ്ങളുടെയും മുഅല്ലിഫീങ്ങളായ ഇമാമുകളുടെ ഷെയ്ഖാണ്, ഗുരുവാണ് ആര്? ഇമാം മുഹമ്മദ് ഇബ്നുൽ മുസന്ന. അദ്ദേഹം ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹമാണ് ഈ ഹദീസ് ഇമാം ബുഖാരിക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഖാല ഹദ്ദസന അബ്ദുൽ വഹാബ് അസ്സഖഫി. അബ്ദുൽ വഹാബ് അസ്സഖഫി ആരോട് പറഞ്ഞു? ഇമാം മുഹമ്മദ് ബിൻ മുസന്നക്ക് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഹദ്ദസന എന്ന് പറയുമ്പോൾ എന്താണ്? ശരിക്ക് നേരിട്ട് കേൾക്കുന്നതിനെ പറയാ. അതായത് അബ്ദുൽ വഹാബ് അസ്സഖഫി റഹിമഹുല്ലാ ആ ഹദീസ് പറഞ്ഞത് ശരിക്കും ഇമാം ഇബ്നുൽ മുസന്നക്ക് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ആരോ പറഞ്ഞത് കേട്ടു എന്ന അർത്ഥമല്ല. അതുകൊണ്ട് ഈ ഇസ്നാദ് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ അൻ അബ്ദുൽ വഹാബ് അസ്സഖഫി എന്ന് പറയുന്നതും ഹദ്ദസന അബ്ദുൽ വഹാബ് അസ്സഖഫി പറഞ്ഞതും രണ്ട് അർത്ഥങ്ങളാണ്. ആൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ കേൾക്കണമെന്നില്ല, മനസ്സിലായില്ലേ? എന്നാൽ ഹദ്ദസന എന്ന് പറയുമ്പോൾ എനിക്ക് സമിഅ്തു, ഞാൻ കേട്ടു, എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ശരിക്കും നേരിട്ട് ഹദീസ് കേട്ട് പഠിച്ചതാണ്. ഇനി ആരാണ് ഈ മുഹമ്മദ് ബിൻ മുസന്ന? ചെറുതായിട്ട് നമ്മൾ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം അതിന് ചെറിയ ഒരു ചരിത്രം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ മുസന്ന അൽ അനസി. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 252. ഇമാം ബുഖാരി എപ്പോഴാണ് മരണപ്പെട്ടത്? 256. അബ്ദുൽ വഹാബ് അസ്സഖഫി ആരാണത്? അബ്ദുൽ വഹാബ് ഇബ്നു അബ്ദുൽ മജീദ് അസ്സഖഫി. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 194. ഈ ഹിജ്റ വർഷം ആരുടെ ജന്മദിനാണ്? ഇമാം ബുഖാരിയുടെ ജന്മദിനമാണ്. അപ്പോഴാണ് ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദ് മരണപ്പെടുന്നത്. അതുപോലെ ഖാല ഹദ്ദസന അയ്യൂബ് നമ്മോട് പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്ക് ഈ സനദുമായി ബന്ധമില്ലാത്ത അഥവാ സനദിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത ആൾക്കാരായിരിക്കും. എന്താ അയ്യൂബ്? ഏത് അയ്യൂബ്? എവിടുത്തെ അയ്യൂബ്?
അപ്പൊ അയ്യൂബ് എന്ന് പറഞ്ഞാൽ, വെറും അയ്യൂബ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്ക് അവരുടെ മനസ്സിൽ പെട്ടെന്ന് മനസ്സിലാവും, ഹദീസ് പണ്ഡിതന്മാർക്ക്. അൽ ഹസൻ എന്ന് കേട്ടാൽ എന്താണ്? നമ്മൾ പലപ്പോഴും പറയണം, നമ്മളെ കൂട്ടത്തിൽ ഒരൊറ്റ മുഹമ്മദേ ഉള്ളൂ, ഒരൊറ്റ ഹസനേ ഉള്ളൂ. അതുപോലെ പണ്ഡിതന്മാർക്കും അറിയപ്പെട്ട ഒരു ഹസൻ ഉണ്ടാവും, ഒരു അയ്യൂബ് ഉണ്ടാവും, ഒരു ഖാലിദൊക്കെ ഉണ്ടാവും. അയ്യൂബ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇമാം അയ്യൂബ് അസ്സഖ്തിയാനി, അദ്ദേഹത്തെ സംബന്ധിച്ചാണ്. അയ്യൂബ് നമുക്ക് വായിക്കാം, അയ്യൂബ് ഇബ്നു അബി തമീമ അസ്സഖ്തിയാനി. അത് അസ്സഖ്തിയാനിയാണോ അസ്സഖ്തിയാനിയാണോ എന്ന് പല അഭിപ്രായങ്ങളുമുണ്ട്. അത് ഏറ്റവും സഹീഹായത് സീനിന് ഫത്ഹാണ്, അസ്സഖ്തിയാനി. അദ്ദേഹം കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 131. ശേഷം ഓരോ തർജ്ജമയുടെയും ശേഷം എന്തുണ്ട്? ഒരു ഗ്രന്ഥത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താണത്? ഇതുപോലെയുള്ള ഹദീസ് റിപ്പോർട്ടർമാരുടെ അവര് വിശ്വാസയോഗ്യരാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി സാധാരണ വിദ്യാർത്ഥികളോട് നമ്മൾ അവലംബിക്കാൻ പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്, തഖ്രീബു അത്തഹദീബ്. ഫത്ഹുൽ ബാരി എഴുതിയ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹം തന്നെയാണ് ഇതെഴുതിയത്, തഖ്രീബു അത്തഹദീബ്. ഒറ്റ വാള്യത്തിലും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് തഖ്രീബു അത്തഹദീബ്. അതിപ്പോ നിങ്ങൾ തുറന്നു നോക്കിയാൽ അയ്യൂബ് എന്ന് പറയുമ്പം ഏത് അക്ഷരമാണ്? ഹംസയാണ്. അപ്പോൾ അത് അറബി അക്ഷരമാലയുടെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പം അറബി അക്ഷരമാലന്റെ ആ ക്രമം അറിയുന്നവർക്ക് പെട്ടെന്ന് തന്നെ പരിശോധിക്കാം, ഇതുപോലെ ഡിക്ഷണറി നോക്കുന്നത് പോലെ. അൻ അബി ഖിലാബത, അബി ഖിലാബയിൽ നിന്ന്. ആരാണ് അബൂ ഖിലാബ? അബൂ ഖിലാബ എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു സൈദ് അൽ ജർമി. അദ്ദേഹത്തിന്റെ കുനിയത്ത് മുഖേനയാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും ചില പണ്ഡിതന്മാരുടെ, ചില സഹാബത്തുകളുടെ അടക്കം പേരുകൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ എന്ത് ഓർമ്മ ഉണ്ട്? കുനിയ ഓർമ്മ ഉണ്ടാവും. അതായത് ഒരു വസ്തുവിലേക്കോ അല്ലെങ്കിൽ ജീവിയിലേക്കോ അല്ലെങ്കിൽ മൂത്ത മകനിലേക്കോ ചേർക്കപ്പെടുന്ന ഒരു പദമാണ് എന്ത്? കുനിയ എന്ന് പറയുന്നത്. അബൂ ഹുറൈറ, അബൂ ദർ, അബൂ തുറാബ് എന്ന് പറയും. ആരുടെ കുനിയാണ്? അബൂ തുറാബ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്താണ് അബൂ തുറാബ്. എന്താണ് ഹദീസ്? അൻ അനസിൻ, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആര് റിപ്പോർട്ട് ചെയ്തു? അനസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു? അബൂ ഖിലാബ. അബൂ ഖിലാബയിൽ നിന്ന് അയ്യൂബ്. ഇങ്ങനെ ഈ ഇസ്നാദിൽ ഉദ്ധരിക്കപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും ഹദീസിന്റെ വിഷയത്തിൽ അലൈക്കും സലാം വിശ്വസ്തരാണ്. അത് പിന്നെ നമ്മൾ വിശ്വസ്തരാണോ അല്ലെന്ന് പ്രത്യേകിച്ച് സഹീഹ് ബുഖാരി എടുത്തു പറയുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പലപ്പോഴും പലരും ഈ ഇസ്നാദിൽ സഹീഹുൽ ബുഖാരിയിലെ ഇസ്നാദുകളിൽ ഉദ്ധരിക്കപ്പെട്ട പണ്ഡിതന്മാർ വിശ്വാസയോഗ്യരാണെന്ന് പലപ്പോഴും എങ്ങനെ മനസ്സിലാകല്? ഇമാം ബുഖാരിയുടെ സഹീഹിൽ അവരുടെ പേരുണ്ടോ ഇല്ലേ? പേരുണ്ടെങ്കിൽ അർത്ഥം അവര് വിശ്വസ്തരാണെന്ന്. എന്താണ് ഹദീസ്? സലാസുൻ മൻ കുന്ന ഫീഹി, സലാസുൻ വായിക്കരുത് കേട്ടോ. നാവ് മേൽവരി പല്ലുകളുടെ താഴത്തായിരിക്കണം, അല്പം പുറത്തേക്ക് വരണം. സലാസുൻ എന്ന് പറഞ്ഞാൽ അത് അറബി പദമല്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. സലാസുൻ പറയരുത്, സലാസുൻ. അതുപോലെ പലപ്പോഴും നമുക്ക് ഈ അക്ഷരം ഇല്ലാത്തതുകൊണ്ട് ഹദീസ് എന്ന് പറയും അല്ലേ? ഹദീസ്. ശരി, എന്താണ് ഹദീസ്? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. നമുക്ക് ആദ്യം മൊത്തത്തിൽ അർത്ഥം പറഞ്ഞ് പഠിക്കാം, എന്നിട്ട് വിശദീകരിക്കാം. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 സവിശേഷതകൾ ആരിൽ ഉണ്ടോ വജദ ഹലാവത്തൽ ഈമാൻ, ആ വ്യക്തി, ആ മനുഷ്യൻ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു. വജദ
അൻ യകൂന അല്ലാഹു വറസൂലുഹു, എന്താണ് ആ മൂന്ന് സവിശേഷതകൾ, മൂന്ന് ഗുണങ്ങൾ? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. എന്താണത്? അല്ലാഹും റസൂലുമായിരിക്കണം മറ്റ് ആരേക്കാളും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരായിരിക്കണം? അള്ളാഹും അവന്റെ റസൂലുമായിരിക്കണം. മറ്റ് ആരേക്കാൾ എന്ന് പറയുമ്പോൾ മറ്റ് ആരൊക്കെ നമ്മൾ സ്നേഹിക്കുന്നത് അവരെക്കാൾ ഉപരി നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയും. ആ സ്നേഹത്തിന്റെ മാനദണ്ഡമൊക്കെ പറയുന്നുണ്ട് പണ്ഡിതന്മാര്. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. മാത്രമല്ല അവൻ ഒരു മനുഷ്യനെ സ്നേഹിക്കണം. വഅൻ യുഹിബ്ബൽ മർഅ, ആർക്ക് വേണ്ടി? ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അവൻ അയാളെ സ്നേഹിക്കുന്നില്ല. അഥവാ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിനെ തൃപ്തി നേടുവാൻ വേണ്ടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ അയാൾ സ്നേഹിക്കുന്നത്. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി, മൂന്നാമത്തെ ഗുണം എന്താണ്? വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ. തീയിലേക്ക്, നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എങ്ങനെയാണോ അയാൾ വെറുക്കുന്നത്, അപ്രകാരം തന്നെ കുഫ്രിലേക്ക്, സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നത് അയാൾ വെറുക്കുന്നു. ഇതാണ് ഹദീസിന്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഇനി നമ്മൾ ഇതിന്റെ വിശദീകരണമാണ് പഠിക്കേണ്ടത്. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. മൂന്ന് സവിശേഷതകൾ എന്ന് പറഞ്ഞില്ലേ? എവിടുന്ന് ഈ സവിശേഷതകൾ കിട്ടിയത്? ഇവിടെ ഹദീസിന് മൂന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലൊരു ചോദ്യം വന്നു. ഈ ചേകന്നൂർ മൗലവി ഈ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 തൂണുകളുടെ മേലെ കെട്ടിപ്പടുക്കപ്പെട്ടു, അതായത് ഉയർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവിടെ ഖംസത്തിൻ എന്ന് പറയേണ്ടത് ഖംസിൻ എന്ന് ഇമാം ബുഖാരി തെറ്റിയാണ്. ഇമാം ബുഖാരിക്ക് അറബി അറിയില്ല. അപ്പൊ ഇത് ശരിക്ക് പെട്ടെന്ന് ഈ വാദം കേൾക്കുമ്പോൾ നമ്മളും തെറ്റിദ്ധരിച്ചു പോകും. യഥാർത്ഥത്തിൽ അറബി ഭാഷയുടെ വിഷയത്തിൽ അത്യാവശ്യം അവഗാഹമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യം തിരിയും. അറബി ഭാഷാ നിയമപ്രകാരം ഈ 3 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ, 3 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ എന്താണോ നമ്മൾ എണ്ണുന്നത്, എണ്ണപ്പെട്ട സാധനവുമായി, വസ്തുവുമായി സ്ത്രീലിംഗത്തിന്റെയും പുല്ലിംഗത്തിന്റെയും വിഷയത്തിൽ വിയോജിപ്പുണ്ടാവണം. കാര്യം പറഞ്ഞല്ലോ. നമ്മളിപ്പോ ഈ പേന അല്ലെ, ഈ പേന എന്താണ്? ഇത് അറബി ഭാഷ പ്രകാരം ഇത് മുദക്കറാണ്, മുഅന്നസാണ്, അഥവാ സ്ത്രീലിംഗമാണ്, പുല്ലിംഗം. പുല്ലിംഗം ഹാദാ കലം എന്ന് പറയുന്നത്. ഹാദാ കലം. ശരി, ഇനി 3 പേന. 3 പേന അറബിനെ പറയും. സലാസതു അഖ്ലാമിൻ, 3 പേനകൾ. എന്താ സംഗതി? അഖ്ലാം മുദക്കറാണ്, അഥവാ പുല്ലിംഗമാണ്. അതുകൊണ്ട് 3 എന്ന അക്കത്തിന് സ്ത്രീലിംഗാക്കണം. അപ്പോൾ 3 മുതൽ 10 വരെയുള്ള അക്കങ്ങൾ മഅദൂദുമായി മുഖാലഫ ഉണ്ടാവണം. ഏത് വിഷയത്തിൽ? സ്ത്രീലിംഗത്തിന്റെയും പുല്ലിംഗത്തിന്റെയും വിഷയത്തിൽ വിയോജിപ്പുണ്ടാവണം. ഇത് സ്ത്രീലിംഗമാണെങ്കിൽ ഇത് എന്താക്കണം? മുദക്കറാക്കണം. ഇത് മുഅന്നസാണെങ്കിൽ ഇത് മുദക്കറാക്കണം. വേറെ ഉദാഹരണം സയ്യാറ. സയ്യാറത്തുൻ എന്താണത്? മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. 3 കാറുണ്ട് എങ്ങനെ പറയാം? ലീ, എനിക്ക്. തലാത്തു സയ്യാത്തിൻ, എന്ത് പാടില്ല? ഈ താ പാടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു സലാസുൻ. എന്താണത്? സലാസുൻ, 3 കാര്യങ്ങൾ, 3 ഗുണങ്ങൾ, 3 സവിശേഷതകൾ എന്നൊക്കെ പറയും. ഇവിടെ എങ്ങനെയാണ് ഇത് കിട്ടിയത്?
അപ്പോൾ ഇതിന് ശേഷമുള്ള വാക്ക് എന്തായിരിക്കണം? സ്ത്രീലിംഗായിരിക്കണം. പണ്ഡിതന്മാർ പറയുന്നു വത്തഖ്ദീറു സലാസു ഖിസാലിൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ നോട്ടിൽ കൊടുക്കില്ല. നോട്ടിൽ ഹദീസിന്റെ അർത്ഥം, റിപ്പോർട്ടർമാരെ ചെറിയ ജീവചരിത്രം മാത്രം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. എല്ലാ ക്ലാസ്സിലും നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? പേൻ നിർബന്ധമായും വേണം. ഇതുപോലെയുള്ള പോയിന്റുകൾ എഴുതിയെടുക്കാൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സലാസു ഖിസാലിൻ, സലാസു ഖിസാലിൻ, 3 ഗുണങ്ങൾ. ഇവിടെ സലാസി എന്താണ്? അല്ല, പുല്ലിംഗാണ്. പുല്ലിംഗാക്കി. എന്താ കാരണം? ഖിസാല് സ്ത്രീലിംഗമാണ്. എങ്ങനെയാണ് ഖിസാൽ സ്ത്രീലിംഗമായി മനസ്സിലായത്? കാരണം ഖിസാല് എന്താണ്? ബഹുവചനമാണ്. ഗുണങ്ങൾ എന്താണ്? അതിന്റെ ഏകവചനം ഖസ്ലത്ത്. ഖസ്ല, സവിശേഷത, ഗുണം, സ്വഭാവം, മൂല്യം എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഖസ്ല, ഈ ഖസ്ലത്തിന്റെ ബഹുവചനമാണ് ഖിസാല്. അപ്പോൾ ഇത് മുഅന്നസ് ആയതുകൊണ്ട് എന്താക്കി? അതെ, മുദക്കറാക്കി. ഇവിടെ പറഞ്ഞു വരുന്നത്, ഇവിടെ ഈ വാക്ക് അറബി ഭാഷയിൽ സംഗതിയുണ്ട്. എന്താണ്? കഴിയുന്നതും ചുരുക്കി പറയുക. അൽ ബലാഗത്തു അൽ ഇജാസ്. സാഹിത്യം എന്ന് പറയുന്നത് ചുരുക്കി പറയലാണ്, നീട്ടി വലിച്ചു പറയലല്ല. അൽ ബലാഗത്തു ഹിയ അൽ ഇജാസ്. എന്താണ് സാഹിത്യം? അതാണ് ഇജാസ്, ചുരുക്കി പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഫസാഹത്തിന്റെ കാര്യത്തിൽ, സാഹിത്യ ഭാഷയുടെ കാര്യത്തിൽ ഏറ്റവും മുകൾ തട്ടിലേക്ക് എത്തിയ മഹാ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറയുന്ന ഓരോ വാക്കും ഫസാഹത്തിൽ നിന്ന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ഈ ഖിസാൽ എന്ന വാക്ക് നഷ്ടമായി. ഖിസാൽ എന്ന വാക്കിനെ നമ്മൾ മായ്ച്ചു കളഞ്ഞാൽ, ഇവിടെ ഒരു വാക്ക് യഥാർത്ഥത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന് പകരമാണ് എന്ത് വന്നത്? തെൻവീൻ വന്നത്. എന്താണ് തെൻവീൻ? ഇത് തെൻവീൻ എന്ന് പറഞ്ഞാല് ഇരട്ട ബൊമ്മ്, ഇരട്ട കസ്റ്, ഇരട്ട ഫത്ഹിനാണ് തെൻവീൻ പറയും. തലാത്തുൻ. ഈ തെൻവീനാണ് പ്രിയ സഹോദരന്മാരെ അറബി ഭാഷയിലെ തെൻവീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താണ്? ഇരട്ട ബൊമ്മ, ഇരട്ട ഫത്ഹ, ഇരട്ട കസ്റ. തെൻവീനു അൽ ഇവദ്, പകരത്തിന്റെ തെൻവീൻ. എന്താണ് പകരത്തിന് തെൻവീൻ? പകരം, ഇവദ് പകരം. ഏതിന് പകരം? ഖിസാല് എന്ന വാക്കിന് നമ്മൾ എടുത്തു കളഞ്ഞിട്ട് അതിന് പകരം എന്ത് കൊണ്ടുവന്നു? തെൻവീന് കൊണ്ടുവന്നു. അപ്പോൾ സലാസുൻ എന്ന് പറയുമ്പോൾ ഈ തെൻവീൻ ഒരു സൂചനയാണ്. അവിടെ മറന്നു കിടക്കുന്ന ഒരു പദമുണ്ട്. ആ പദം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? അത് സലാസ് എന്ന വാക്കിൽ നിന്ന് താഴെ എടുത്തു കളഞ്ഞപ്പോൾ അവിടെ സ്ത്രീലിംഗമായ വാക്ക് ശേഷമുണ്ട് എന്ന് മനസ്സിലായി. എന്താണ് പദം? പണ്ഡിതന്മാർ പറയുന്നു ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരി ആരുടെ ഗ്രന്ഥമാണ്? ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഗ്രന്ഥമാണ്. അതിൽ പറയുന്നു സലാസു ഖിസാലിൻ. സലാസു ഖിസാലിൻ. ഇതാണ് ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരിയുടെ 1ാമത്തെ വാള്യമാണ്. ഫത്ഹുൽ ബാരിയുടെ 1ാമത്തെ വാള്യം. ഇങ്ങനെ 13 വാള്യമുണ്ട് ഫത്ഹുൽ ബാരി. പിന്നെ ഫിഹ്റിസ് അഥവാ ഉള്ളടക്കവും അതുപോലെ തന്നെ ഹുദസ്സാരി എന്ന ആമുഖവും കൂടിയാൽ വാള്യം 15 വാള്യം. ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട് സലാസു ഖിസാലിൻ. അപ്പൊ മനസ്സിലായില്ലേ? അതേപോലെ തന്നെ നമ്മെ ഇസ്ലാം കാര്യങ്ങൾ 5 പഠിപ്പിക്കുന്ന ഹദീസ്. ആ ഹദീസ് തുടക്കത്തിൽ എന്താണുള്ളത്? ഖംസുൻ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. 5 തൂണുകളുടെ മേലെയാണ് ഇസ്ലാം എന്താണ് ബിനാ ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ ഖംസ് എന്ന ശേഷം, ഖംസിന് ശേഷം ഏത് വാക്കാണ് പറഞ്ഞിരിക്കുന്നത്? ദആഇം. എന്താണ് ദആഇം? എന്താണ്? തൂണുകൾ.
പില്ലേഴ്സ്. എന്താണ് ദഅാമിന്റെ ഏകവചനം? ദിആമ, ദിആമത്ത്. ഒരു തൂണിന്റെ ബഹുവചനമാണ് ദഅാഇം. അപ്പൊ 5 ദിആമകളുടെ മേലെയാണ് ഇസ്ലാം കെട്ടിപ്പൊക്കിയത് എന്ന് പറയുമ്പോൾ ഇവിടെ ഹംസിൻ എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും ഹദീസിൽ. അപ്പൊ ഹംസ് എന്ന വാക്ക് പുല്ലിംഗമാണ്. അതിന്റെ അടിയിൽ എന്തുണ്ട്? തെൻവീനുണ്ട്. ഈ തെൻവീന് എന്താണ് അതിന് പറയുക? തെൻവീനു അൽ ഇവൻ, പകരം എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഏതിന് പകരം? ദഅാഇം എന്ന വാക്കിന് പകരമായിട്ട് വന്ന തെൻവീനാണ്. ഇത് നമ്മൾ പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഹദീസും ഖുർആനൊക്കെ വിശദീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതിന്റെ പരിഭാഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ 5 കാര്യങ്ങൾ ഇതൊക്കെ ശരിക്കും തഫ്സീർ ചെയ്യുമ്പോൾ, തർജ്ജമ ചെയ്യുമ്പോൾ അതിനൊക്കെ അറബി ഭാഷാ നിയമങ്ങളൊക്കെ കൃത്യമായി അറിയേണ്ടതുണ്ട്. അപ്പോൾ സലാസുൻ മൻ കുന്ന ഫീഹി, 3 സ്വഭാവങ്ങൾ, 3 മൂല്യങ്ങൾ, 3 ഗുണങ്ങൾ ആരിൽ ഉണ്ടോ. മൻ കുന്ന ഫീഹി. ഇവിടെ ശ്രദ്ധിക്കണം, കുന്ന എന്നാണ് കാന എന്ന പദത്തിൽ നിന്ന് വന്നത്. കാന, എന്താ കാന എന്ന് പറഞ്ഞത്? ആയിരുന്നു. ഇവിടെ ആയിരുന്നു എന്ന അർത്ഥം അല്ല ഉള്ളത്. ശ്രദ്ധിക്കണം, കാന എന്ന പദത്തിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ആയിരുന്നു എന്ന അർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥം സംഭവിച്ചു, ഉണ്ടായി എന്നാണ്. മറ്റേതെന്താണ്? അതായത് മുമ്പ് ഭൂതകാലത്ത് സംഭവിച്ച ഒരു കാര്യം സംബന്ധിച്ച് പറയാണ് ആയിരുന്നു, അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ എഞ്ചിനീയർ, ഡോക്ടർ, അയാൾ ഒരു ചെറിയ കുട്ടി ആയിരുന്നു. പക്ഷെ ഇവിടെ കാന എന്ന പദം ഇവിടെ ഉപയോഗിക്കപ്പെട്ടത് അങ്ങനെ ആയിരുന്നു എന്ന അർത്ഥം സൂചിപ്പിക്കാനല്ല, മറിച്ച് ഉണ്ടായി, ഉണ്ടായാൽ, സംഭവിച്ചാൽ എന്നൊക്കെയാണ് അർത്ഥം. ഇതുപോലെ ഖുർആനിൽ ഈ കടത്തിൽ ഞെരുങ്ങിയ, കുടുങ്ങിയ ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? സാവകാശം നൽകണം. പറഞ്ഞ ഒരായത്തിണ്ടല്ലോ ഖുർആനിൽ, വഇൻ കാന ദൂ ഉസ്റത്തിൻ, സൂറത്തുൽ ബഖറയിലെ 280 ആയത്താണത്. വഇൻ കാന ദൂ ഉസ്റത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ, കടം കൊണ്ട് ഞെരുങ്ങുന്നവർക്ക്. വഇൻ കാന ദൂ ഉസ്റത്തിൻ, കടത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക്. ഇൻ കാന, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ഞെരുക്കം സംഭവിച്ചാൽ, ഉണ്ടായാൽ, അവിടെ ആയിരുന്നു എന്നല്ല. ഫനദിറത്തുൻ ഇലാ മൈസറ, അയാൾക്ക് മൈസറ അഥവാ ക്ഷാമം അല്ലെങ്കിൽ ക്ഷേമം വരുന്നത് വരെ അയാൾക്ക് സാവകാശം നൽകുക. നദിറ ആണെങ്കിൽ സാവകാശം, അല്പം സമയം കൊടുക്കുക. അപ്പൊ അവിടെ കാന എന്ന പദം ഉപയോഗിക്കപ്പെട്ടത് എന്താണ്? ഈ 2ാമത്തെ അർത്ഥമാണ്, ആയിരുന്നു എന്ന അർത്ഥമല്ല. അപ്പൊ സലാസുൻ മൻ കുന്ന ഫീഹി, 3 ഗുണങ്ങൾ ആരിൽ ഉണ്ടായോ, വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം, ആ രസം അവൻ അനുഭവിച്ചു. ഇവിടെ വജദ എന്ന് പറയുമ്പോഴും ഈ വാക്കിന് വിശാലമായ അർത്ഥമാണുള്ളത്. നമ്മൾ സാധാരണ വജത്തു ഖാലിദിനെ ഞാൻ കണ്ടു. ഇവിടെ ഈമാനിന്റെ മാധുര്യം എങ്ങനെ കാണുക? മധുരം കാണൂലല്ലോ. അപ്പോൾ വജദ എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. ഒന്ന് കോപിതനായി എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ സങ്കടം വരുന്നതിന് വജദ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ചില അനുഭവങ്ങൾ അനുഭവിക്കുന്നതിനും എന്ത് പറയും? വജദ എന്ന് പറയും. അപ്പോൾ 3 കാര്യങ്ങൾ ആരിൽ ഉണ്ടായോ അവൻ ഈമാനിന്റെ ഹലാവ, മാധുര്യം അനുഭവിച്ചു. എന്താണത്? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും റസൂലും ആയിരിക്കണം അവന് ഏറ്റവും പ്രിയപ്പെട്ടവർ. അതപ്പോൾ നമ്മൾ ചില വാക്കുകളുടെ അർത്ഥം തിരുത്താണ്ടെങ്കിൽ തിരുത്തട്ടെ. മലയാളത്തിൽ എന്താണ് ഇവിടെ അഹബ്ബ അഥവാ സ്നേഹം, ഇഷ്ടം, പ്രിയം എന്നൊക്കെ പറഞ്ഞല്ലോ. എന്താണ് അതിന്റെ ഉദ്ദേശം? പണ്ഡിതന്മാർ പറയുന്നു, ഇമാം ബുഖാരിയുടെ ശർഹായ ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അൽ മുറാദു ബിൽ ഹുബ്ബി ഹുന അൽ ഹുബ്ബുൽ അഖ്ലി. ഇവിടെ ഹുബ്ബ് കൊണ്ട് ഉദ്ദേശം എന്താണ്?
യുക്തിപരമായ ബുദ്ധിപരമായ സ്നേഹമാണ്. അതായത് ഹുബ്ബിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വിവേകത്തിന്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ, ശരിയായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹം. രണ്ടാമത്തെ സ്നേഹം എന്താണ്? ഇച്ഛയുടെ അടിസ്ഥാനത്തിലുള്ള സ്നേഹം. ഇപ്പോൾ ഒരാൾക്ക് മദ്യം കുടിക്കാൻ തോന്നുന്നു, മദ്യത്തോട് നല്ല ഒരു ഇഷ്ടം. ആ ഇഷ്ടം അയാൾ സ്വന്തം ശരിയായ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധി ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹമാണോ? അല്ല. അതുപോലെ തന്നെ ഒരാൾക്ക് വെറുപ്പുണ്ടാവുന്നു. ഒരു രോഗിക്ക് മരുന്ന് കഴിക്കാൻ മരുന്നിനോടുള്ള ഒരു വെറുപ്പ്, ഒരു അനിഷ്ടം. ആ ഇഷ്ടക്കേട് യഥാർത്ഥത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള വെറുപ്പല്ല. പക്ഷെ പിന്നീട് അയാൾ ആ രോഗം മാറണമെങ്കിൽ എന്ത് വേണം? മരുന്ന് കഴിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾക്ക് ബോധ്യം വന്നതുകൊണ്ട്, ബുദ്ധി ഉണ്ടായതുകൊണ്ട് അയാൾ ആ മരുന്നിനെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ വെടിയേണ്ടി വരും, ഉപേക്ഷിക്കേണ്ടി വരും. നല്ല തണുപ്പുള്ള സമയത്ത് ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ ഒരാൾ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇച്ഛ പറയുന്നു സുഖമായി കിടന്നുറങ്ങാൻ. അതാണ് അയാൾക്ക് ഇഷ്ടം, ഇച്ഛയുടെ ഭാഷയിൽ. പക്ഷേ ആ ഇച്ഛയിനൊക്കെ അയാൾ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഈ കൽപ്പനക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അയാൾ ആ തണുപ്പുള്ള സമയത്ത് ഉദു എടുത്തുകൊണ്ട്, തണുപ്പുള്ള വെള്ളം കൊണ്ട് ഉദു എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അയാൾ പള്ളിയിലേക്ക് പോയി നമസ്കരിക്കുന്നു. ഈ നമസ്കാരം, ഈ ഉദു എടുക്കൽ, ഈ ഇബാദത്ത് യഥാർത്ഥത്തിൽ ഇച്ഛയെ ഉപേക്ഷിച്ചുകൊണ്ട്, അഥവാ ഇച്ഛയെ എതിരായിക്കൊണ്ട് അയാൾ അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അയാളെ കർമ്മം അനുഷ്ഠിച്ചു. ഈ ഹുബ്ബിന് അറബി പറയാ അൽ ഹുബ്ബു അൽ അഖ്ലി, അൽ ഹുബ്ബു അൽ അഖ്ലി. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു അൽ മുറാദു ബിൽ ഹുബ്ബി ഹുന അൽ ഹുബ്ബുൽ അഖ്ലി الذي هو إيثار ما يقتضي العقل السليم رجحانه وإن كان على خلاف هوى النفس. മനുഷ്യന്റെ ഇച്ഛക്കെതിരായെങ്കിലും ബുദ്ധി എന്താണോ ശരിവെക്കുന്നത് അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടുക, അതാണ് അൽ ഹുബ്ബു അൽ അഖ്ലി. കൽ മരീദി യആഫു الدواء بطبعه فينفر عنه. ഇതുപോലെ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ മരുന്ന് കഴിക്കുന്നത് വെറുക്കുന്നു. അങ്ങനെ അയാളുടെ പ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ അയാൾ അതിന് വെറുക്കുന്നു. വയമീലു ഇലൈഹി, അതോടൊപ്പം തന്നെ അയാൾ അതിനെ ഇഷ്ടപ്പെടുന്നു. ബിമുഖ്തദാ അഖ്ലിഹി ഫയഹ്വാ തനാവുലഹു, അയാളുടെ ബുദ്ധി വിവേകം അയാളെ അറിയിക്കുന്നു ഇത് കഴിച്ചാൽ രോഗം മാറും. അങ്ങനെ അയാൾ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പണ്ഡിതന്മാർ ഈ ഹുബ്ബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശദീകരിച്ചതാണിത്. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹും റസൂലും അല്ലാത്ത ആരെക്കാളും ആരെ സ്നേഹിക്കണം? അല്ലാഹു റസൂലിനെയും. യഥാർത്ഥത്തിൽ ഈ അധ്യായം കൊടുക്കുന്നത് ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നത് ഹുബ്ബുർ റസൂലി മിനൽ ഈമാൻ, ഈമാനിൽ പെട്ടതാണ് എന്ന അധ്യായത്തിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത്. അഥവാ ഇത് 9ാമത്തെ അധ്യായമാണെങ്കിൽ 8ാമത്തെ അധ്യായം എന്താണ്? ബാബു ഹുബ്ബിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ ഈമാൻ. അപ്പോൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നത് ഈമാനാണ്. മാത്രമല്ല സ്വന്തം പിതാവിനേക്കാൾ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനേക്കാളും സന്താനത്തെക്കാളും ജനങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വസിക്കുകയില്ല, നിങ്ങൾക്ക് ഈമാനില്ല. അപ്പോൾ ഇവിടെ അതിന് തൊട്ട് ശേഷമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ഈ മിമ്മ സിവാഹുമ അല്ല മിമ്മൻ സിവാഹുമ,
ശരിക്ക് നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യരെ സംബന്ധിച്ച് പറയുമ്പോൾ മൻ എന്നാണ് ഉപയോഗിക്കാറുള്ളത് അറബിയിൽ. മൻ. ഇപ്പോൾ ഖാമ മൻ ഫിൽ ഖാഅ, ഈ ഓഡിറ്റോറിയത്തിലുള്ളവരൊക്കെ എഴുന്നേറ്റ് നിന്നു. മൻ ഖാമ മൻ ഫിൽ ഖാഅ, ഇവിടെയുള്ളവർ എഴുന്നേറ്റു നിന്നു. ഖാമ മാ ഫിൽ ഖാഅ എന്ന് പറയൂല. മാ എന്ന് പറയുമ്പോൾ എന്തായി? ബുദ്ധിയില്ലാത്തവരായി മാറി. അപ്പോൾ ഇവിടെ മിമ്മ സിവാഹും എന്ന് പറയാനുള്ള കാരണം അള്ളാഹും റസൂലും അല്ലാത്ത ബുദ്ധിയുള്ളവരാണെങ്കിലും ബുദ്ധിയില്ലാത്തവരാണെങ്കിലും ശരി, എല്ലാ ജീവജാലങ്ങളെക്കാളും സ്നേഹിക്കേണ്ടത് ആരാണ്? അള്ളാഹും റസൂലിനെയും. അതാണ് മാ എന്ന് കൊടുക്കാനുള്ള കാരണം. അപ്പൊ ശരിക്കും അത്രക്കും സൂക്ഷ്മമായ പ്രയോഗമാണത്. മനസ്സിലായില്ലേ? ഇവിടെ മൻ എന്ന് പറഞ്ഞാൽ എന്തായി? ബുദ്ധിയുള്ളവർ മാത്രം ആയി. മാ എന്ന് പറഞ്ഞാലോ എല്ലാവരും അതിൽ ഉൾപ്പെട്ടു. വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. മാത്രമല്ല രണ്ടാമത്തെ ഗുണം എന്താണ്? അയാൾ ഒരു മർഇനെ, എന്താ മർ എന്ന് പറഞ്ഞാല്? അല്ല, മർഅത്താണ് സ്ത്രീ, മർ എന്ന് പറഞ്ഞാൽ പുരുഷൻ. സ്ത്രീയെ സ്നേഹിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കാം, സഹോദരന്മാരെ സ്നേഹിക്കാം. പക്ഷെ എല്ലാ സ്ത്രീകളും എന്ന അർത്ഥമാകും നമ്മൾ സ്ത്രീന്ന് അർത്ഥം കൊടുത്താൽ. അപ്പോൾ ഇവിടെ മർ എന്ന് പറഞ്ഞാൽ ആ കൺഫ്യൂഷൻ തീർക്കുകയാണെങ്കിൽ നമ്മൾ എഴുതിയെടുക്കണം. മർ എന്ന പദമുണ്ട്, മർഅത്ത് പദമുണ്ട്. രണ്ടും രണ്ടാണ്. അൽ മർ, അൽ മർ, അൽ മർ, അൽ മർ, അൽ മർഅ. സ്ത്രീ ഇവിടെ എന്താണ്? പുരുഷൻ. മർഅ പുരുഷൻ, അൽ മർഅ സ്ത്രീ. പക്ഷേ ഇവിടെ അൽ മർ എന്ന് പറയുമ്പോഴും എന്തായി മാറി? മനുഷ്യൻ എന്ന അർത്ഥം നൽകാം. ഒരു പുരുഷനെ മാത്രമല്ല, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം പുരുഷൻ മാത്രം അർത്ഥം കൊടുത്താൽ ഒരു സ്ത്രീ അവളുടെ സഹോദരിയായ സ്ത്രീയെ സ്നേഹിക്കുന്നത് ഇതിൽ പെടില്ല എന്ന് പറയും. അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ മർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? വിശാലമായ അർത്ഥമാണ്. പക്ഷെ ഒരു സ്ത്രീയെ പറഞ്ഞുകൊണ്ട് ഒരു മർഇനെ ഉദ്ധരിക്കുകയാണെങ്കിൽ എന്തായി മാറി അർത്ഥം? പുരുഷൻ മാത്രമായി. പണ്ഡിതന്മാർ ഒരു പൊതു നിയമം പറയുന്നുണ്ട്. ഈ ഫത്ഹുൽ ബാരിക്ക് ഇബ്നു ഹജർ വ്യക്തമാക്കിയതാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് ഏതെല്ലാം ഹദീസ് വന്നോ അതെല്ലാം സ്ത്രീകൾക്കും ബാധകമാണ്. ശ്രദ്ധിക്കണം ആ ഖാഇദ. അത് ഇൻഷാ അല്ലാഹ് ഇബാറത്ത് വേണമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കൊണ്ടുവരാം. പുരുഷന്മാരെ സംബന്ധിച്ച് പറയുന്ന നിയമങ്ങളെല്ലാം സ്ത്രീകൾക്കും ബാധകമാണ്. ഇല്ലാ മാ ഖുസ്സ ബിദ്ദലീൽ, വേറെ ദലീല് കൊണ്ട്, തെളിവുകൾ കൊണ്ട് ഒഴിവാക്കിയ സംഗതികൾ ഒഴികെ. ആ സംഗതികൾ നമ്മൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പുരുഷന്മാർക്ക് എന്താണ് ബാധകം, അത് സ്ത്രീകൾക്കും ബാധകമാണ്. അതുകൊണ്ട് അവിടെ റിജാല് റജുൽ ഉപയോഗിച്ചത് കൊണ്ട് സ്ത്രീക്ക് ബാധകമല്ല എന്നും പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? അപ്പൊ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അതെ, അങ്ങനെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ അതുപോലെയുള്ള പദങ്ങളൊക്കെ അതിന്റെ വിശദീകരണം വായിക്കുകയും ഇസ്ലാമിന്റെ മറ്റു പ്രമാണങ്ങളുമായി തട്ടിച്ചു നോക്കുകയും വേണം. അപ്പോൾ ഇവിടെ പുരുഷന്മാരെന്ന് പറയുന്നത് എത്ര ഹദീസിൽ പുരുഷന്മാരെന്ന് കൊടുത്ത നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ യഥാർത്ഥത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കും ബാധകമാണ്, പുരുഷന്മാർക്കും ബാധകമാണ്. പക്ഷെ വേറെ ഹദീസിലൂടെ നമ്മൾക്ക് വ്യക്തമാകുകയാണ് ഇവിടെ റജുൽ അഥവാ റിജാൽ എന്ന പ്രയോഗം കണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷന്മാരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥം വേറെ തെളിവുകളിലൂടെ സ്ഥിരപ്പെട്ടാൽ അർത്ഥം വ്യക്തമായി.
അങ്ങനെ വേറെ തെളിവുകളില്ലെങ്കിൽ അർത്ഥം വിശാലമാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ ഇപ്പോൾ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് പുരുഷന്മാരെ മാത്രമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. അവിടെ നമ്മൾ സ്ത്രീകൾ അഥവാ മനുഷ്യർ നടത്താനല്ല കൊടുക്കുന്നത്. എന്താണ് കൊടുക്കുന്നത്? പുരുഷന്മാർ. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെ പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടില്ല. എന്താ കാരണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ല അംറഹും ഇംറഅ. അതായത് ഒരു ജനതയുടെ കാര്യകർത്തൃത്വം, അവരുടെ നേതൃത്വം ഒരു സ്ത്രീ ഏറ്റെടുത്താൽ ആ ജനത വിജയിക്കൂലാൻ. അപ്പോൾ പിന്നെ പ്രവാചകത്വത്തിന്റെ വിഷയത്തിൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ മറ്റുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ റിജാലിന്റെ അർത്ഥം മനസ്സിലാവും. ഏതായാലും നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കാം. നമ്മുടെ ഹദീസിന്റെ ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. വഅൻ യുഹിബ്ബൽ മർഅ, അയാൾ ആ മനുഷ്യനെ സ്നേഹിക്കുന്നു. ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അയാളെ സ്നേഹിക്കുന്നത്. അഥവാ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ അയാളെ സ്നേഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ സ്നേഹം, നമ്മുടെ ഈ കൂടിയിരുത്തം ഭൗതിക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും പുണ്യാർഹമായ അഥവാ യഥാർത്ഥ സ്നേഹം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. അത് മാത്രമാണ് ഖിയാമത്ത് നാളിലും ഉപകരിക്കുക. നമ്മൾ സഹീഹുൽ ഇമാം ഇബ്നു കസീർ തഫ്സീർ പഠിച്ചപ്പോൾ ഒരു ഹദീസ് പഠിച്ചു അല്ലേ? 7 വിഭാഗക്കാര് അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ അള്ളാഹു അനുഗ്രഹിച്ച് നൽകുമെന്ന് പറഞ്ഞ ആ ഹദീസിൽ ഒരു വിഭാഗത്തെ പറയുന്നുണ്ട്, വറജുലാനി തഹാബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. 2 പുരുഷന്മാര്. ഇവിടെ കണ്ടോ, 2 പുരുഷന്മാരെന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമാണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എന്തായി? 2 മുസ്ലിം വനിതകൾ പരസ്പരം സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം പിരിയുകയും ചെയ്താൽ അവര് ഈ വിവാഹക്കാരിൽ പെടൂല എന്ന് പറയേണ്ടി വരും. അവിടെ വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്, പരസ്പരം സ്നേഹിച്ചു അവർ. ഇജ്തമഅ അലൈഹി, ആ ഹുബ്ബിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരുമിച്ചു. വതഫറഖ, അവർ പരസ്പരം പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് അവർ പിരിഞ്ഞുപോയി. പക്ഷെ അവരുടെ സ്നേഹം അവരുടെ മനസ്സിൽ ബാക്കിയുണ്ട്. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ പുണ്യം ലഭിക്കുന്ന വലിയ പുണ്യകർമ്മങ്ങളാണ്. ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് ഈമാനിന്റെ ആ ആത്മീയത ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി, മാത്രമല്ല അവൻ വെറുക്കുകയും ചെയ്യുന്നു. എന്താ വെറുക്കുന്നത്? കുഫ്രിലേക്ക് മടങ്ങുന്നത് വെറുക്കുന്നു. ഇവിടെ ചോദ്യം, സാധാരണ മടങ്ങുക പറഞ്ഞാലേ നമ്മളിപ്പം വീട്ടിലേക്ക് മടങ്ങുന്നു എന്നാണ് പറയല്, വീട്ടിൽ മടങ്ങുന്ന പറയല്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അറബിൽ അങ്ങനെ തന്നെ പറയല്. അതായത് പഠിക്കാൻ വേണ്ടി പറയാണ്, മടങ്ങി എന്താ പറയാ? ആദ റജഅ, അതാണ് അതിന്റെ പിന്നെ ഭൂതകാല ക്രിയ. ഫിഅ്ല് മാദി പറയും റജഅ. ദാ ആദ ഖാലിദുൻ, ഖാലിദ് ഇതിലേക്ക് മടങ്ങി, വീട്ടിലേക്ക് മടങ്ങി. ഇലൽ ബൈത്ത്. നിങ്ങൾ എഴുതിയിരിക്കൊന്നും വേണ്ട, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയും. ശരി, അപ്പൊ ഇവിടെ കുഫ്രിലേക്ക് മടങ്ങുന്നത് വെറുക്കുന്നു എന്ന് പറയുന്നിടത്ത് ഫി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇതെന്താണ്? അറബിയിലെ ഒരു അറബി ഭാഷാ നിയമപ്രകാരം ഒരു സംഗതിയുണ്ട്. എന്താണ്? തദ്മീനുൽ ഫിഅലി മഅന ഫിഅലിൻ ആഖർ. ഇത് നിങ്ങൾ എഴുതിയെടുക്കണ്ട, മനസ്സിലാക്കിയാൽ മതി. കാരണം കുറച്ച് സൂക്ഷ്മമായ ഒരു സംഗതിയാണത്. വേറൊരു ക്രിയയുടെ അർത്ഥം ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞ ഒരു വസ്തുത ഏത് ഭാഷയിലുണ്ട്? അറബി ഭാഷയിലുണ്ട്. അപ്പൊ എന്താണത്? ഇസ്തഖറ അഥവാ സ്ഥിരപ്പെട്ടു എന്ന അർത്ഥം ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് ഈ ഫി എന്ന അർത്ഥം എന്ന വാക്ക് ഇവിടെ വന്നത്. അപ്പോൾ മടങ്ങി
എന്ന വാക്കിന് പകരം ഏത് അർത്ഥമാണ് ഇമാം ബുഖാരി നൽകിയത്? ഇസ്തഖറ. ഇമാം ബുഖാരി അല്ല, അഥവാ ഹദീസിൽ. ഇവിടെ എന്താണ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്? അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, فإن قيل فلما عد العود بفي ولم يعده بإلى فالجواب أنه ضمنه معنى الاستقرار. ഇസ്തിഖ്റാറിന്റെ അർത്ഥം ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് ഇല എന്ന വാക്കിന് പകരം എന്ത് വന്നത്? ഫീ വന്നത്. അഥവാ എന്തായി അർത്ഥം? വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി, അവൻ എന്ത് വെറുക്കുന്നു? കുഫ്രിൽ ഉറച്ചു നിൽക്കുന്നത്, സ്ഥിരമാകുന്നത്, കുഫ്രിൽ സ്ഥിരമാകുന്നത് അവൻ വെറുക്കുന്നു. കമാ യക്റഹു അൻ യഊദ് അൻ യുഖ്ദഫ ഫിന്നാർ, കേവലം കുഫ്രിലേക്കുള്ള മടക്കം മാത്രമല്ല, കുഫ്രിലേക്ക് മടങ്ങുകയും അതിൽ സ്ഥിരമാകുന്നതും അവൻ അത്രക്കും വെറുക്കുന്ന കാര്യമാണ്, അത്രക്കും വെറുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇല എന്ന വാക്കിന് പകരം ഫീ വന്നത്. എന്തുകൊണ്ട്? യഊദ്, മടങ്ങി എന്ന വാക്കിന്റെ അർത്ഥം എന്തായി മാറി? സ്ഥിരമായി, സ്ഥിരപ്പെട്ടു എന്നൊക്കെ അർത്ഥമായി മാറിയത് കൊണ്ടാണ് ഇല എന്ന വാക്കിന് പകരം ഫീ വന്നത്. വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, നരകത്തിൽ എറിയപ്പെടുക. ഖദഫ എന്ന് പറയുന്ന അർത്ഥം എറിഞ്ഞു എന്നാണ്. അൻ യുഖ്ദഫ ഫിന്നാർ, നരകത്തിൽ അല്ലെങ്കിൽ തീയിൽ എറിയപ്പെടുന്നത് അവൻ വെറുക്കുന്നത് പോലെ തന്നെ എന്ത് വെറുക്കുന്നു? കുഫ്രിലേക്ക് മടങ്ങുന്നതും കുഫ്രിൽ സ്ഥിരപ്പെടുന്നതും അവൻ വെറുക്കുന്നു. യഥാർത്ഥത്തിൽ ഈ 3 കാര്യങ്ങൾ, ഈ ഗുണങ്ങൾ നമ്മിൽ ഓരോരുത്തരും ഉണ്ടോ എന്ന് നമ്മൾ അല്പം പരിശോധിക്കേണ്ടതാണ്. കാരണം ഈ ഈമാനിന്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊള്ളുകയും തൗഹീദിന്റെ വിരുദ്ധമായ ആ ശിർക്കിനെ വെറുക്കുകയും അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്താൽ ഈമാനിന്റെ മാധുര്യം ലഭിക്കും. അങ്ങനെ തൗഹീദുള്ള, അള്ളാഹുവിനനുസരിക്കുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആ മുവഹിദീങ്ങളെ, ആ മുസ്ലിമീങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുകയും ചെയ്യുക. അങ്ങനെ ആ കുഫ്രിനെ വെറുക്കുക, ശിർക്കിനെ വെറുക്കുക, ഇതൊക്കെ ഈമാന് വർദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈമാനിലൂടെ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ ആ നേട്ടങ്ങൾ പഠിപ്പിക്കുന്ന അധ്യായമാണ് ഇത്. ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ എന്താണ് അത് പറഞ്ഞു നിർത്തുകയാണ്. അദ്ദേഹം പറയുന്നു, ബാബു ഹലാവത്തുൽ ഈമാൻ എന്ന അധ്യായം കൊടുത്ത ഇമാം ബുഖാരി. അദ്ദേഹം പറയുന്നു, മഖ്സൂദുൽ മുസന്നിഫി അന്നൽ ഹലാവത മിൻ സമറാത്തിൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം എന്ന് പറയുന്നത് ഈമാനിന്റെ ഫലങ്ങളിൽ, അനന്തരഫലങ്ങളിൽ പെട്ടതാണെന്ന്. ഒരു ഈമാന് ഒരു മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ അതിൽ കുറെ ഫലങ്ങളുണ്ട്. മധുരമുള്ള ഫലങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. ഒരു മധുരമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത്. അങ്ങനെ ആ മാധുര്യം നമുക്ക് അനുഭവിക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ മുവഹിദുകളായ, മുഅ്മിനീങ്ങളായ ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്താണ്? അതെ, അവിടെ തിരുത്തണം. അവിടെ നമ്മളെ ഷുഐബ് മൗലവി പറഞ്ഞത് മിൻ ഉമൂരി എന്ന് പറഞ്ഞത് ഈ മാ എന്ന വാക്കിന് എന്താണ്? എന്ന് കൊടുക്കുന്നത് ഉമൗരി എന്ന വാക്കായി മാറി. അതുകൊണ്ട് അത് തിരുത്തേണ്ടതാണ്. അത് ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് അടുത്ത നോട്ട്സിലൊക്കെ തിരുത്തും ഇൻഷാ അല്ലാഹ്. അടുത്തത് എന്താണ്? അതെ, പറഞ്ഞുതരാം. അതെ, അത് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാര് ചർച്ച ചെയ്തിട്ടുണ്ട് ആ വിഷയം. അതായത് അത് മടക്കം എന്ന് പറയുമ്പോൾ, ഈ ഇസ്തഖറ എന്ന് പറയുമ്പോൾ എന്ത്, അതായത് കുഫ്രിൽ സ്ഥിരപ്പെടുക, സ്ഥിരമാവുക എന്ന അർത്ഥം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശുഭഹത്ത് പിന്നെ അതിൽ നിന്ന് ഒഴിവായി.
അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ ഇല എന്ന വാക്കിന് പകരം ഫീ കൊടുക്കാനുള്ള കാരണം ആ മടങ്ങി എന്ന അർത്ഥത്തിൽ നിന്ന് ആ അർത്ഥം മനസ്സിലാക്കാതെ സ്ഥിരപ്പെട്ടു, സ്ഥിരമായി എന്ന അർത്ഥം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അവിടെ ഇല എന്ന വാക്കിന് പകരം ഫീ കൊടുത്തത് എന്ന് പണ്ഡിതന്മാര്, ഇബ്നു ഹജർ പോലെ പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. വെറും തീ, നമ്മളൊരു തീയിലേക്ക് ഒരാൾ എറിയപ്പെടുമ്പോൾ, കാരണം ഇതൊക്കെ ശരിക്ക് നമ്മൾ മനുഷ്യർക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു തീയിൽ എറിയപ്പെടുമ്പോൾ അയാൾ വെറുക്കുന്നു, ശരിക്കും വെറുക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ എറിയപ്പെട്ടാലും അയാൾ ആഗ്രഹിക്കുന്നത് ആ വിശ്വാസം വിടാതെ അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരവസ്ഥയാണ്. പിന്നീട് ഇൻഷാ അല്ലാഹ് ഇക്രാഹിന്റെ പല വിഷയങ്ങളും വരുന്നുണ്ട്. അങ്ങനെ ഒരാളെ ബലാത്കാരം, കുഫ്ർ പറയാൻ നിർബന്ധിച്ചു, അങ്ങനെ അയാൾ വഴങ്ങേണ്ട ആവശ്യമുണ്ടോ? അതിൽ പല ഷർത്തുകളും സാധ്യമായാൽ അയാൾ കുഫ്ർ പറഞ്ഞാൽ കുഴപ്പമില്ല. അതായത് അയാൾക്ക് ശരീരത്തിന് ബാധിക്കുന്ന, അയാളെ കൊലപ്പെടുത്തുന്നൊക്കെ ഭീഷണി ഉണ്ടെങ്കിൽ കുഫ്ർ പറഞ്ഞാലും അയാളുടെ മനസ്സിന് എന്താണ് വിശ്വാസമുണ്ടെങ്കിൽ അത് ആ പറയുന്നത് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാര് ഖുർആനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ കഫറ ബില്ലാഹി എന്താണ് ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ. ഈ ആയത്ത് മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി വ ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, അല്ലാഹുവിൽ ആര് നിഷേധിച്ചുവോ, മിൻ ബഅദി ഈമാനിഹി ഇതിന്റെ ശേഷം, ഈമാനിന്റെ ശേഷം, ഇല്ലാ മൻ ഉക്രിഹ ഏതൊഴികെ, ബലാത്കാരം നിർബന്ധിക്കപ്പെട്ടവൻ ഒഴിച്ച്, വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ എന്നാൽ അയാളുടെ മനസ്സ് ഈമാൻ കൊണ്ട് വിശാലപ്പെടുന്നു, അയാൾ ഏതിൽ പെടുന്നില്ല, ഈ കുഫാറുകളിൽ പെടുന്നില്ല. ഈ ആയത്ത് ഇറങ്ങിയത് പണ്ഡിതന്മാർ പറയുന്നു അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ധാരാളം പീഡിപ്പിക്കപ്പെട്ടു. ഏതിന്റെ പേരിൽ? ഇസ്ലാമിന്റെ പേരിൽ. അങ്ങനെ കുഫാറുകൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു കുഫർ പറയാൻ. അങ്ങനെ അദ്ദേഹം ആ ശിക്ഷ അഥവാ ആ പീഡനം സഹിക്കവയ്യാതെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തൽക്കാലം അയാൾ ആ വിഷയത്തിൽ ഒന്ന് നടിച്ചു, കുഫർ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നീട് അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്തതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്, താങ്കളുടെ മനസ്സ്, താങ്കളുടെ ഹൃദയം എങ്ങനെയായിരുന്നു, ഏത് അവസ്ഥയിലായിരുന്നു താങ്കൾ അത് പറഞ്ഞപ്പോൾ? അപ്പോൾ പറഞ്ഞു ഖൽബി മുത്മഇന്നുൻ ബിൽ ഈമാൻ, എന്റെ കൽബ് ഈമാൻ കൊണ്ട് വിശാലമായിരുന്നു, ഞാൻ ബാഹ്യമായിട്ട് അങ്ങനെ പറഞ്ഞെങ്കിലും. അപ്പോൾ ഖുർആൻ ഇറങ്ങി, എന്താണ് ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, അയാൾ ഒഴിച്ച്, ആ അവസ്ഥ ഒഴിച്ച് ഒരാള് കുഫ്ർ മനഃപൂർവ്വം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ കഠിനമായ ശിക്ഷയാണ് അള്ളാഹുവിന്റെ പക്കലുള്ളത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആയത്തൊക്കെ ഉണ്ട്. അതൊക്കെ ഇക്രാഹിന്റെ വിഷയത്തിൽ വരുന്നതാണ്. ഏതായാലും നമ്മുടെ ക്ലാസ് സമയം അതിക്രമിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ ഹദീസ് പഠിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതായത് നേരിട്ട് കേട്ട, പരസ്പരം നേരിട്ട് കേട്ട പണ്ഡിതന്മാര് തന്നെ ആൻ ഉപയോഗിച്ചാൽ, വിശ്വാസയോഗ്യരും പരസ്പരം ഹദീസ് കേട്ട് പഠിക്കുകയും ചെയ്തവർ ആൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? പക്ഷേ പരസ്പരം കേട്ടിട്ടുണ്ടോ ഇല്ലേന്ന് സംശയമുണ്ട്, തെളിവുമില്ല, അവര് ആൻ ഉപയോഗിച്ചാൽ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാം ബുഖാരി ഒരു റാവിയെ ഇവിടെ ഉദ്ധരിക്കണമെങ്കിൽ എന്ത് വേണം? പരസ്പരം ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുകയും പരസ്പരം ഹദീസ് കേട്ട് പഠിച്ചവരാണെന്ന് തെളിവ് ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ബുഖാരി ഈ പരമ്പരകളിൽ എന്ത് ചെയ്യും? റിപ്പോർട്ടർമാരെ ഉദ്ധരിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു റിപ്പോർട്ടറെയും ഇമാം ബുഖാരി ഉദ്ധരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് സഹീഹുൽ ബുഖാരിയിൽ ആൻ കണ്ടാൽ ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിക്കാം, അത് പരസ്പരം കേട്ട് പഠിച്ചവരാണെന്ന് മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.